ഞാനിപ്പോഴുള്ളത് ലോസ് ഏഞ്ചലസ് ഇന്റർനാഷണൽ എയർപോർട്ടിലാണ്. അപ്പോൾ ഞാനിന്ന് പോകുന്നത് പാരീസിലേക്കാണ്. ഇതാണ് എൻ്റെ ഫ്ലൈറ്റ് ഫ്രഞ്ച് ബി എന്ന്, അതായത് ലോസ് ഏഞ്ചലസ് ടു പാരീസ് ഒരു ഏകദേശം ഒരു 10-10 മണിക്കൂർ എടുക്കും. നാളെ ഏകദേശം ഒരു 3:30 ഞാൻ ലോസ് ഏഞ്ചലസ് പാരീസിലെത്തുന്നത്. അപ്പോൾ ഒരാഴ്ചത്തെ പര്യടനത്തിന് വേണ്ടിയാണ് ഞാൻ പാരീസിൽ പോകുന്നത്. പാരീസിലെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അവിടെ ഐഫിൽ ടവർ ഉണ്ട്. അപ്പോൾ ഇതാണ് ടോം ബ്രാഡ്ലി ഇന്റർനാഷണൽ എയർപോർട്ട്. ഇതാണ് ഫ്രഞ്ചിയുടെ ആൾക്കാർ വരി നിൽക്കുന്ന അവരുടെ ലഗേജൊക്കെ ചെക്ക് ഇൻ ചെയ്യാനായിട്ട്. നമുക്ക് ലഗേജിൽ കുറവാണെങ്കിൽ ഒരു ബാക്ക് പാക്ക് മാത്രമുള്ളെങ്കിൽ വളരെ എളുപ്പത്തിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യമുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഉള്ള ഇത്. നമ്മൾ കൂടുതലായിട്ട് യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ഒട്ടനവധി ലഗേജൊക്കെ കൊണ്ടുപോകും, അത് താങ്ങി പിടിച്ച് നടക്കുക. ഇപ്പം ഞാൻ പാരീസ് പട്ടണത്തിൽ സിറ്റി ചെന്നിട്ട് നമുക്ക് ഈ ലഗേജുകളൊന്നും താങ്ങി പിടിച്ച് നടക്കുന്ന കാര്യമില്ല. അപ്പോൾ ലഗേജ് കുറവാണോ, സെക്യൂരിറ്റിക്കുള്ള വരിയാണത്. കുറവാണെങ്കിൽ യാത്ര സുഗമമായിരിക്കും. അപ്പം ഞാൻ ആ കോണിപ്പടി കയറുന്നതിന് മുമ്പ് പാസ്പോർട്ടും ടിക്കറ്റൊക്കെ കാണിക്കണം ഫോണിൽ നിന്ന്. ഇത് ബ്രിട്ടീഷ് എയർവേസിൻ്റെ കൗണ്ടറാണ് ഇവിടെ. അപ്പോൾ ഇതാണ് ലോസ് ഏഞ്ചലസ് എയർപോർട്ട്. പൊതുവേ സ്കൂൾ പൂട്ടുകൾ കഴിഞ്ഞു. കുട്ടികളുടെ വെക്കേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ തിരക്ക് തീരെ കുറവാണ്. അതല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ വലിയ നീണ്ട നിര തന്നെ ഈ നിരകൾ ഈ സെക്യൂരിറ്റി ചെക്കിങ്ങിലൊക്കെ നമ്മൾ കാണേണ്ടതായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ കാണുന്നത് പോലെ ജനങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ലോസ് ഏഞ്ചലസ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ടോം ബ്രാഡ്ലിയുടെ ഉള്ളിൽ ചെക്കിങ് കഴിഞ്ഞ് സെക്യൂരിറ്റി കഴിഞ്ഞ് ഉള്ളിൽ വന്ന് നമ്മുടെ ഗേറ്റ് നമ്പർ 221 ആണ്. അപ്പോൾ 221ലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ നമുക്ക് ഒട്ടനവധി സമയമുണ്ട്. അപ്പോൾ വിശ്രമിക്കാം, ഒരു കോഫി കുടിക്കാം. ഇവിടെ സ്റ്റാർബക്സ് ഉണ്ട്, കോഫി കുടിക്കാം. അപ്പോൾ ആ ഒരു ഗേറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. ഗേറ്റിൻ്റെ അവിടെ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അവിടെ വിശ്രമിക്കാം. ഓക്കെ, കൂടുതൽ വിവരങ്ങൾ ഫ്ലൈറ്റ് എത്തിയതിന് ശേഷം അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ലോസ് ഏഞ്ചലസ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഫ്ലൈറ്റ് ടേക്ക് ഓഫിന് ടൈമായി. ഇനി പാരീസിൽ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ പാരീസിൽ ചെന്ന് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ ഫ്ലൈറ്റ് ചെക്കിങ് ചെയ്ത് തുടങ്ങിയ ആൾക്കാർ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി തുടങ്ങി. ഞാനും ഫ്ലൈറ്റിലേക്ക് ചെന്നില്ലെങ്കിൽ അവരെന്നെ കൊണ്ടുകൊണ്ട് പോകും. അതുകൊണ്ട് ഞാൻ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ പാരീസിൽ ചെന്നിട്ട് കാണാം. ഐഫിൽ ടവറിൻ്റെ അടുത്തുനിന്ന് നിങ്ങളെ ഞാൻ അഭിസംബോധന ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ സുഹൃത്തുക്കളെ ഫ്ലൈറ്റ് ടേക്ക് ഓഫിൻ്റെ സമയമായി. അപ്പം ഇനിയും ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് ചെന്നില്ല എന്നുണ്ടെങ്കിൽ അവരെന്നെ കൊണ്ടുകൊണ്ട് പോകും. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഐഫിൽ ടവറിൻ്റെ അടുത്ത് നിന്ന് നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതായിരിക്കും. ഐഫിൽ ടവർ നോട്ടർഡാം കത്തീഡ്രൽ, 800 വർഷമുള്ള നോട്ടർഡാം കത്തീഡ്രൽ. അപ്പോൾ പാരീസിലേക്കുള്ള എൻ്റെ യാത്ര തുടങ്ങുകയാണ്. അവിടെ ആൾക്കാർ വരി നിന്ന് തുടങ്ങി പ്ലെയിനിൽ കയറാനായിട്ട്. ഓക്കെ, അപ്പം നമ്മൾ ഓർലി എയർപോർട്ടിൽ നിന്ന് ആന്റണി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഒരു ഷട്ടിൽ ബസ് ഉണ്ട്. ആന്റണിയിൽ നിന്ന് ഗാർഡേ ന്യൂയോർക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ ഷട്ടിൽ ബസ്സിന്റെ പാസ് കിട്ടിയിട്ടുണ്ട് ഗാർഡേ ഓർ വരെ. അപ്പം ഓന്റോണി എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായില്ല. അപ്പോൾ ഓന്റണിക്ക് ഉള്ള യാത്രയാണ്. ഓന്റണിയിൽ നിന്ന് നമ്മൾ ഏകദേശം നമ്മളുടെ US ലോസ് ഏഞ്ചലസ്, ന്യൂയോർക്ക് എയർപോർട്ടുകൾ പോലെ തന്നെയാണ് ഇവിടുത്തെ സംവിധാനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു പഴയ എയർപോർട്ടാണ്. അപ്പോൾ ഇവിടെ ഇതാണ് ആന്റണിക്കുള്ള ഷട്ടിൽ ബസ്. ഇതാണ് അപ്പോൾ പാരീസ് ഓർലി എയർപോർട്ടിലാണ് നമ്മൾ വന്നിറങ്ങിയിരിക്കുന്നത്. പാരീസ് ഓർലിയിൽ നിന്ന് നമ്മൾ യാത്ര തുടങ്ങുകയാണ്. പാരീസ് ഓർലി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. ആ എയർപോർട്ടിൽ വന്ന് ഇറങ്ങി നമ്മളിപ്പോൾ ഈ ഷട്ടിൽ ട്രെയിനാണ് ഈ കാണുന്നത്. ഷട്ടിൽ ട്രെയിനിൽ നമ്മൾ യാത്ര തുടങ്ങുകയാണ് ആൻ്റണിയിലേക്ക്. ഇതിലൊന്നും ആരും ഇല്ല കേട്ടോ, നമ്മൾ മാത്രമേ ഉള്ളൂ ആൻ്റണിക്ക് പോകാനായിട്ട്. അപ്പോൾ ഇതാണ് പാരീസ്.
അപ്പോൾ ഓർലി എയർപോർട്ടിലെ 1, 2, 3 ടെർമിനലാണ് നമ്മളിന്ന് 4-ൽ നിന്ന് കയറി 1, 2, 3 ടെർമിനലാണ് എത്തിയിരിക്കുന്നത്. ഇനി ഈ ടെർമിനലിൽ നിന്ന് നമ്മൾ മറ്റ് ട്രെയിനുകൾ കിട്ടുന്ന സ്ഥലത്തേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഗാർഡി നോർ എന്ന് പറഞ്ഞ യാത്രയിലാണ് നമ്മൾ പാരീസിലെ ഓർലിയിലെ ആന്റണി എന്ന സ്ഥലത്തേക്കാണ് ഈ ട്രെയിൻ നമ്മളെ കൊണ്ടുപോവുക. ഈ ട്രെയിനിൽ പോയിട്ട് നമ്മൾ ഗാർഡി നോർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തും. ഗാർഡി നോറാണ് പാരീസ് എന്ന് പറയുന്നത്. അവിടെ നിന്നും നമ്മൾ ഇപ്പോൾ ഒരു വീക്ക്ലി പാസ് എടുക്കുകയാണ്. വീക്ക്ലി പാസ് എടുത്തിട്ട് അതൊരു ഏകദേശം 32 യൂറോ, 31.60 എടുത്തിട്ട് അത് അൺലിമിറ്റഡ് ബസ്, മെട്രോ ഒക്കെ നമുക്ക് പാരീസിൽ യാത്ര ചെയ്യേണ്ടി ഉപയോഗപ്പെടുന്നതാണ്. അതാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത്. പാരീസിൻ്റെ പ്രാന്തപ്രദേശമാണ്, സബർബനാണ്. പച്ചപ്പൊക്കെയായിട്ട് ഇങ്ങനെയുള്ള ഫാക്ടറികളും പലതരത്തിലുള്ള പ്രദേശങ്ങളാണിത്. പലതരത്തിലുള്ള അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഉള്ള പ്രദേശങ്ങളാണ്. ആന്റണി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇരിക്കുന്നത്. ആന്റണിയിൽ നമ്മൾ ആന്റണി എന്ന എയർപോർട്ടിൽ ട്രെയിൻ സ്റ്റേഷനിലെത്തി. ആന്റണിയിൽ നിന്ന് ഗാർഡി നോർ എന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഗാർഡി നോറിൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഗാർഡി നോറിൽ നമ്മൾ നമ്മുടെ ഹോട്ടലിരിക്കുന്ന സ്ഥലത്തേക്ക് പോവുക. ഇതൊരു പാരീസിൻ്റെ ഒരു മാപ്പാണ് കാണുന്നത്. ഇപ്പോൾ ആന്റണിയിൽ നിന്ന് നമ്മൾ ഗാർഡി നോറിലേക്ക് പോയിട്ട് അവിടെ നിന്ന് നമ്മുടെ യാത്ര മുന്നോട്ട് പോകും. പാരീസിലെ ഏകദേശം സിസ്റ്റം ഇതിനും കൂടി അമേരിക്കയെക്കാളും വൃത്തിയുണ്ടെന്ന് തോന്നുന്നു. ന്യൂയോർക്ക് സബ്വേ നെറ്റ്വർക്ക് സിസ്റ്റം ഒക്കെ ഇത്തിരി വൃത്തി കുറവ് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അത് ചില സ്റ്റേഷനൊക്കെ ന്യൂയോർക്ക് സിറ്റിയിലൊക്കെ സബ്വേ സ്റ്റേഷൻ, ചില സ്റ്റേഷനൊക്കെ അണ്ടർഗ്രൗണ്ട് ആയതുകൊണ്ട് നശിപ്പിച്ചിട്ട് സ്മെല്ലുള്ളതാണ്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു അനുഭവം നമുക്കില്ല കേട്ടോ. ഇതാണ് ട്രെയിൻ സ്റ്റേഷൻ. അവിടെ നിന്ന് ഒരു മെട്രോ ട്രെയിൻ വരുന്നുണ്ട്. ആ മെട്രോ ട്രെയിനിൽ നമ്മൾ ഗാർഡി നോർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഗാർഡി നോർ പാരീസിലുള്ള ഒരു ട്രെയിൻ സ്റ്റേഷനിലാണല്ലോ ഉള്ളത്. അവിടെ ഈ ട്രെയിൻ പാസ് ടിക്കറ്റ്സ് ഒക്കെ നമ്മൾ വാങ്ങി. അപ്പോൾ ഒരാഴ്ചത്തേക്ക് ഏകദേശം വരുന്നത്, അതായത് ഒരാഴ്ചത്തേക്ക് മൺഡേ ത്രൂ സൺഡേ ആണെങ്കിൽ അതിൻ്റെ വില 31 യൂറോ ആണ് വരുന്നത്. പക്ഷേ നമ്മളിപ്പോൾ വാങ്ങിയിരിക്കുന്നത്, അതായത് ഇത് മൺഡേ ത്രൂ ആണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്നത് ഒരു ശനിയാഴ്ച ദിവസം ആയതുകൊണ്ട് ആ ഒരു പാസ് ഉപയോഗിക്കാൻ പറ്റില്ല. ഇതാണ് പാരീസ്. ഇതാണ് ഗാരു ഡി നോറെ. പാരീസിലുള്ള ഒരു ട്രെയിൻ സ്റ്റേഷനാണ്. അധികം തിക്കും തിരക്കൊന്നും തോന്നുന്നില്ല കേട്ടോ. ന്യൂയോർക്കിലൊന്നും പോലെയുള്ള അങ്ങനെയുള്ള തിരക്കൊന്നും ഇല്ല.
അപ്പോൾ നമ്മളിവിടെ വന്ന് ഇറങ്ങി ഇവിടുന്ന് ഒരു വീക്ക്ലി പാസ് എടുത്തേക്കണം. വീക്ക്ലി പാസ് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള പാസുകളുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ കുറേ കോംപ്ലിക്കേഷൻസ് ആണ്. ഇപ്പോൾ നമ്മൾ ന്യൂയോർക്കിലോ അതല്ലെങ്കിൽ ലണ്ടനിലോ അതല്ലെങ്കിൽ ലോസ് ഏഞ്ചലസൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ ട്രെയിൻ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ പാസ് നമുക്ക് ഓൺലൈൻ ജസ്റ്റ് കാർഡ് കൊടുത്തെടുക്കാം. ഇത് വലിയൊരു വരിയിൽ നിന്നിട്ട് വേണം ഈ പാസ് നമുക്ക് വാങ്ങാനായിട്ട്. പിന്നെ ഫോട്ടോ വേണം. പാരീസാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു വളരെ നാൾ പിന്നോട്ടാണ്. ഫോട്ടോ വേണം. ഭാഗ്യത്തിന് എൻ്റെ ബാഗിലൊരു ഫോട്ടോ ഉണ്ടായിരുന്നതുകൊണ്ട് ആ ഫോട്ടോ വെച്ച് നമുക്ക് കാർഡും, അതായത് വെറുതെ ഒരു ട്രെയിൻ പാസിന് ഫോട്ടോ ഒട്ടിക്കുന്നതൊക്കെയാണ് പറയുന്നത്. വളരെ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ് കാര്യങ്ങൾ. യൂറോപ്പിലെ പല സ്ഥലങ്ങളിലേക്ക് പോകുന്ന പ്ലെയിനുകൾ ആംസ്റ്റർഡാം, ഈ ട്രെയിൻ ഹൈ സ്പീഡ് മറ്റേ മെട്രോ, ബുള്ളറ്റ് ട്രെയിൻ, ആ ഒരു ട്രെയിനിൻ്റെ സ്റ്റേഷൻ കൂടിയാണ്. ഇവിടെ നിന്ന് ഇംഗ്ലണ്ടിലേക്ക്, ആംസ്റ്റർഡാമിലേക്ക്, ലണ്ടനിലേക്ക്, അങ്ങനെ പല ബ്രസൽസിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ പല പല സ്ഥലങ്ങളിലേക്ക് ബുള്ളറ്റ് ട്രെയിൻ പോകുന്ന ഒരു സ്ഥലമാണിത്. ആ ഹൈ സ്പീഡ് ട്രെയിനുകളാണ് നമ്മൾ കാണുന്നത്. ഹൈ സ്പീഡ് നമ്മൾ അറിയാലോ, ബുള്ളറ്റ് ട്രെയിൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്പീഡിൽ പോകുന്ന ട്രെയിനുകൾ. അത് മാസപ്പാസിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ യൂറോപ്പ് മുഴുവനും കറങ്ങാം. അൺലിമിറ്റഡ് ആയിട്ടൊക്കെ കറങ്ങാവുന്ന സംവിധാനങ്ങളുള്ള ട്രെയിനുകളാണ്. ഇപ്പം ലോകത്ത് മുഴുവൻ ഇങ്ങനെയുള്ള ഹൈ സ്പീഡ് ട്രെയിനുകളുടെ ഒരു കാലഘട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ പോകുന്ന ട്രെയിൻ ആമീൻസ് അവരുടെ ഭാഷ, നമുക്ക് ഫ്രഞ്ച് ഭാഷ ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് കണ്ടുപിടിക്കുന്നതാണ്. അങ്ങനെയുള്ള ഹൈ സ്പീഡ് യൂറോ സ്റ്റാറിൻ്റെ ട്രെയിനുകൾ, അങ്ങനെ പലതരത്തിലുള്ള പല ലോകത്തിൻ്റെ യൂറോപ്പിൽ പല ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ട്രെയിനുകളാണ്, ബുള്ളറ്റ് ട്രെയിനുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യൂറോ സ്റ്റാറിൻ്റെ ഒരു ട്രെയിനാണിത്. ഇത് പോവാണ് ഈ ട്രെയിൻ. യൂറോപ്പിൽ തന്നെയുള്ള പലതരത്തിലുള്ള അപ്പം പല യൂറോപ്പിലെ പല സ്ഥലങ്ങളിലേക്ക് പോകുന്ന ട്രെയിൻ, യൂറോ സ്റ്റാറിൻ്റെ ട്രെയിനുകളും ഹൈ സ്പീഡ് മെട്രോ ട്രെയിനുകളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ കാപ്പി ഒരെണ്ണം വാങ്ങി. ഇത് ഫ്രാൻസിൻ്റെ പലതരത്തിലുള്ള ഭക്ഷണങ്ങളാണ് കാണുന്നത്. മുകളിൽ ബേക്കറി, പിന്നെ സാൻഡ്വിച്ചുകൾ, ബർഗറുകൾ, ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ. പിന്നെ നമ്മൾ ഒരാഴ്ചത്തേക്കുള്ള ഇതും വാങ്ങി, പാസും വാങ്ങി. അപ്പോൾ ഇത് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ പിന്നിലൊക്കെ ഫോട്ടോ ഒട്ടിക്കണം. പഴയ കാലത്തിലാണ് ഇപ്പോഴും ഫോട്ടോ ഒക്കെ ഒട്ടിച്ചിട്ട് വേണം ഈ പാസ് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ കാപ്പിയൊക്കെ കുടിച്ച് നമ്മൾ ഇവിടുത്തെ സാഹചര്യം ഒന്ന് വിലയിരുത്താൻ പോവാണ്. നമ്മളൊരു കാപ്പി കുടിച്ചു. ഇനി നമ്മൾ പോകുന്നത് എയ്ഫിൽ ടവറിൻ്റെ അടുത്തേക്ക് പോവാണ്. ഗാരൂട്ടി നോരെ, നമ്മൾ ഇപ്പോൾ വന്ന് നിൽക്കുന്ന സ്റ്റേഷനിൽ നിന്ന് ബി ലൈൻ എടുത്തിട്ടാണ് നോട്രെ ഡാം, സെയിൻറ്റ് മൈക്കിൾ നോട്രെ ഡാമിൽ ചെന്നിട്ട് നോട്രെ ഡാമിൽ നിന്നാണ് നമ്മൾ എയ്ഫിൽ ടവറിൻ്റെ അടുത്തേക്ക് പോകാൻ പോകുന്നത്. അപ്പോൾ ആ ട്രെയിനിൻ്റെ അടുത്തേക്കുള്ള യാത്രയാണ്. ട്രെയിൻ സ്റ്റേഷനിൽ പലതരം ട്രെയിനുകളാണ് ഇവിടെ ഉള്ളത്. ട്രെയിനിൻ്റെ ബി ലൈൻ ഉണ്ട്, എച്ച് ലൈൻ ഉണ്ട്, കെ ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട്, 4, 5. ന്യൂയോർക്ക് പോലെ തന്നെ, അതല്ലെങ്കിൽ മറ്റ് മെട്രോ സ്റ്റേഷൻ ചിക്കാഗോ, അതല്ലെങ്കിൽ ലണ്ടൻ ട്യൂബ് ഒക്കെ പോലെ തന്നെയാണ് ഇവിടുത്തെ സംവിധാനങ്ങൾ.